നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും കൊണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പരാമർശിക്കാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ഗ്രഹങ്ങളുടെ രാജകുമാരനായ ശുക്രൻ രാശി മാറുന്നതും അതിലൂടെ രൂപം കൊള്ളുന്ന മാളവ്യ യോഗവുമാണ്. 2026 ഏപ്രിൽ 19 ശുക്രൻ തൻ്റെ രാശി മാറുകയാണ്. ഇത് സാധാരണ ഒരു മാറ്റമല്ല. ശുക്രൻ ഇപ്പോൾ നിൽക്കുന്ന മേടൻ രാശിയിൽ നിന്ന് മാറി തൻ്റെ സ്വന്തം രാശിയായ ഇടവൻ രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത്. ജ്യോതിഷപ്രകാരം ഒരു ഗ്രഹം സ്വന്തം രാശിയിൽ നിൽക്കുമ്പോൾ അത് സ്വക്ഷേത്ര ബലവാൻ ആയി മാറുന്നു. അത്രമേൽ ശക്തിയേറിയ ഈ മാറ്റമാണ് ഏപ്രിൽ 19 സംഭവിക്കുന്നത്. നന്മയുടെയും ഉയർച്ചയുടെയും കാരകനായ ശുക്രൻ സ്വക്ഷേത്രത്തിൽ ബലവാനായി ഇരിക്കുമ്പോൾ അത് മനുഷ്യജീവിതത്തിൽ വലിയൊരു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സ്നേഹവും സമാധാനവും നൽകുന്നു. 12 രാശികളിൽപ്പെട്ട 27 നക്ഷത്ര ജാതകരിൽ ഈ മാറ്റം ഏറ്റവും കൂടുതൽ ഗുണകരമായി അനുഭവിക്കാൻ പോകുന്നത് മകരം, കുംഭം എന്നീ രാശികളിൽപ്പെട്ട 6 നക്ഷത്രക്കാർക്കാണ്. ഇതോടൊപ്പം ഇന്ന് വളരെ വിശേഷപ്പെട്ട അക്ഷയ തൃതീയ ദിവസമാണ്. അക്ഷയ തൃതീയയുടെ ഐശ്വര്യത്തെക്കുറിച്ചും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളെക്കുറിച്ചുമെല്ലാം നമുക്കറിയാം. ഈ ഒരു ദിവസം നാം തുളസി, മണി പ്ലാന്റ് തുടങ്ങിയ ചെടികൾ നമ്മുടെ ഭവനത്തിൽ നടുന്നത് അതീവ ശുഭകരമാണ്. ഇന്ന് സൂര്യാസ്തമയത്തിന് മുൻപ് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ചെടി വളരും തോറും നിങ്ങളുടെ സമ്പത്തും വളരുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടുകളിൽ ഇന്നേ ദിവസം ചെടി നടുന്നത് അതീവ ശുഭകരമാണ്. നാം ഈ പറഞ്ഞ 2 ചെടി തീർച്ചയായും നിങ്ങളുടെ ഭവനങ്ങളിൽ നടുക. അത് നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യം പ്രദാനം ചെയ്യും. ഒപ്പം തന്നെ ഈ ഒരു ദിവസം സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങാൻ വളരെ അനുയോജ്യമായ ദിവസം തന്നെയാണ്. എന്തുകൊണ്ടും ഇന്നത്തെ ദിവസം വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ദിവസം തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ പല ആളുകൾക്കും തോന്നും ഇതെല്ലാം യാഥാർത്ഥ്യമാകുമോ എന്ന്. തീർച്ചയായും ഈ ഒരു അധ്യായം കേൾക്കുന്ന 10-ൽ 5 പേരുടെ ജീവിതത്തിലെങ്കിലും ഇത് യാഥാർത്ഥ്യമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. കൂടാതെ ഇന്ന് അക്ഷയ തൃതീയ ആയതിനാൽ പല ആളുകളും ക്ഷേത്രത്തിലായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾക്ക് തീർച്ചയായും ഇതിൻ്റെ ഒരു ഗുണഫലം ലഭിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അനുഭവം, നമ്മുടെ ചുറ്റുപാടും കാണുന്ന മാറ്റങ്ങൾ, അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്കും കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട. കാരണം നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ, പല ആളുകളും ഒരു ഘട്ടം കഴിയുമ്പോൾ ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കുന്നത് ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടുകളെയും പടുകുഴിയിൽ നിന്ന് ഉയർച്ചകൾ കൈവരിച്ച ധാരാളം ആളുകളെ നമുക്കറിയാം. അത് അവരുടെ കഠിനാധ്വാനത്തോടൊപ്പം ഇത്തരത്തിൽ സൗഭാഗ്യം നിറഞ്ഞ ദിവസങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെയാണ് അവർ ഉയർച്ചകളിലേക്ക് എത്തുന്നത്, ഉയരങ്ങൾ കീഴടക്കുന്നത്. അത്തരത്തിലൊരു സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസം തന്നെയാണ് ഈ ഒരു അക്ഷയ തൃതീയയും ഈ ഒരു ശുക്രമാറ്റവും. അത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. നാം നേരത്തെ പരാമർശിച്ചതുപോലെ ഈ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഇരട്ടി ഫലം ലഭിക്കും. അക്ഷയം എന്നാൽ നശിക്കാത്ത, നാശമില്ലാത്ത എന്നതാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഈ ഒരു ദിവസം. ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി നോക്കി ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായും അവരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഒന്നും ചെയ്യാതെ, ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഇത്തരം കാര്യങ്ങളെ നെഗറ്റീവായി സമീപിക്കുന്നവർക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന ആളുകൾക്ക് തീർച്ചയായും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഈ പ്രപഞ്ചം കൃത്യമായ രീതിയിലുള്ള പ്രതിഫലം നൽകും. അത് പ്രപഞ്ചത്തിൻ്റെ ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നാം ചെയ്യേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുക, ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഒപ്പം നമ്മുടെ ഭവനത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന ചെടികൾ എന്തൊക്കെയാണെന്ന് നാം നോക്കുക. അത് നമ്മുടെ ഭവനത്തിൽ നട്ടുപിടിപ്പിച്ച് വളർത്തുക. കൂടാതെ ആ ദിവസം ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ച് അന്വേഷിക്കുക. ആ ദിവസം ചെയ്യേണ്ട മറ്റു കാര്യങ്ങളെക്കുറിച്ചെല്ലാം നാം നോക്കി ആ ഒരു ശ്രദ്ധാപൂർവ്വമുള്ള ജീവിതം നയിക്കുന്നവർക്ക് തീർച്ചയായും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും അവരുടെ ജീവിതത്തിൽ. അത്രയേറെ ഐശ്വര്യമുള്ള ദിവസം തന്നെയാണ് ഇന്ന്. അക്ഷയ തൃതീയ ആയതിനാൽ വിശേഷാൽ പൂജകൾ നടക്കുന്നുണ്ട്. ഈ പൂജാ വഴിപാടുകളിൽ നിങ്ങൾക്ക് പങ്കാളിയാവുന്നതിന് നിങ്ങളുടെ പേരും നാളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത്തരം പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാനും, അതായത് കണ്ണേറ്, പ്രാക്ക്, ശത്രുദോഷം പോലുള്ള ധാരാളം നെഗറ്റീവ് ഊർജ്ജം നമുക്ക് ചുറ്റുമുണ്ടാകും. ആ നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കി ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരുന്നതിന് ഇത്തരം പൂജാ വഴിപാടുകൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേരും നാളും കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ ഈ ഒരു പുണ്യ ദിവസം നിങ്ങൾ ഈ ഒരു അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. കാരണം നമുക്ക് ചുറ്റും ധാരാളം ആളുകൾ ഇത്തരം കഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ട്. കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക് പോലുള്ള ധാരാളം നെഗറ്റീവ് ഊർജ്ജത്താൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. മടിയും അലസതയും അവരെ വേട്ടയാടുന്നുണ്ടാവും. ഇത്തരം നെഗറ്റീവ് ഊർജ്ജം നമ്മുടെ ജീവിതത്തെ തകർക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളിലേക്ക് ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുക. ഈ ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും പ്രപഞ്ചം കൃത്യമായ പ്രതിഫലം നൽകും. നിങ്ങളുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളും നിഷ്കളങ്കമായ മനസ്സും തന്നെയാണ് ജീവിതത്തിൽ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. ഒപ്പം തന്നെ എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഈ ഒരു വീഡിയോന് ചെയ്യുക. ഇനി ആ ഭാഗ്യരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ദിവസം ജീവിതത്തിൽ ഉയർച്ചകൾ കൊണ്ടുവന്ന് ജീവിതത്തിൽ അടിമുടി മാറ്റം വരുത്താൻ പോകുന്ന ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിച്ചത് മകരം രാശിക്കാരെയാണ്. മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ യോഗകാരനാണ്. അതായത് ഭാഗ്യവും ഐശ്വര്യവും നൽകുന്ന ഗ്രഹം. ഈ ശുക്രമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാകാൻ പോകുന്നു. കർമ്മ മേഖലകളിലെ മാറ്റങ്ങൾ. ശുക്രൻ കർമ്മകാരകനായതിനാൽ നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ, ബിസിനസ്, ഓൺലൈൻ പ്രൊമോഷനുകൾ, കലാപരമായ കാര്യങ്ങൾ, സിനിമ, സീരിയൽ കൂടാതെ ഭക്തിഗാനങ്ങൾ തുടങ്ങിയ എല്ലാ കർമ്മ മേഖലകളിലും വലിയ ഉയർച്ചകളാണ് വരാൻ പോകുന്നത്. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കാനും ജോലി ഉള്ളവർക്ക് സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് എന്നിവ ലഭിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. ശത്രുക്കളുടെ മനംമാറ്റം. ജോലിസ്ഥലത്തോ കുടുംബത്തിലോ നിങ്ങൾക്ക് പാരവെച്ചവരും എതിരാളികളായി നിന്നവരും അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് അനുകൂലമായി മാറും. അവരുടെ തെറ്റായ ചിന്തകൾ മാറി നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറാൻ അവർ തുടങ്ങും. വിദേശയാത്ര, വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കും അവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയമാണിത്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകും. ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടാൻ വിദേശത്ത് പോയി പഠിക്കാനും യോഗം ഇവിടെ കാണുന്നുണ്ട്. ആത്മീയവും കുടുംബപരവുമായ സന്തോഷം. ഒരുപാട് കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന പുണ്യസ്ഥല ദർശനങ്ങൾ ഈ കാലയളവിൽ സാധ്യമാകും. കുടുംബാംഗങ്ങൾക്കൊപ്പം യാത്രകൾ പോകുന്നത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീർക്കാനും സ്നേഹം വർദ്ധിപ്പിക്കുവാനും സഹായിക്കും. കുട്ടികൾ മുഖാന്തരം വലിയ സന്തോഷ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. അവരുടെ വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടക്കാനും നിങ്ങൾ മുത്തശ്ശൻ മുത്തശ്ശിയാകാനുള്ള യോഗവും തെളിഞ്ഞു കാണുന്നുണ്ട്. അത്രയേറെ സൗഭാഗ്യത്തിൻ്റെ കാലഘട്ടം തന്നെയാണ് കടന്നു വരാൻ പോകുന്നത്. ശത്രുക്കൾ പോലും നിങ്ങളുടെ മുന്നിൽ വഴിമാറും. ഇതെല്ലാം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത്തരം ധാരാളം മാറ്റങ്ങൾ അനുഭവിച്ചവർ നമുക്ക് ചുറ്റുമുണ്ട്. ഇതെല്ലാം നിങ്ങൾ അർഹിക്കുന്നത് തന്നെയാണ്. ഇതെല്ലാം നിങ്ങൾ പണ്ട് മുതൽക്കേ നിങ്ങളുടെ പ്രാർത്ഥനകളിലും വഴിപാടുകളിലും ഉൾപ്പെടുത്തിയവ തന്നെയാണ്. അത് ഈ ഒരു പുണ്യ ദിവസം എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് എന്ന് നാം പറയാറില്ലേ, ആ സമയമാണ് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകളുടെ നാളുകൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഠിനാധ്വാനത്തിനെല്ലാം ഇരട്ടി ഫലം ലഭിക്കും. അപ്രതീക്ഷിതമായി ധാരാളം പൊന്നും പണവും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ സ്നേഹബന്ധത്തിന് ആക്കം കൂടും. നിങ്ങൾ ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഐശ്വര്യം, ഈ ഒരു ചൈതന്യം എക്കാലത്തേക്കും നിലനിൽക്കുന്നതിന് സഹായകരമായി തീരും. അതുകൊണ്ട് തന്നെ സാധ്യമാകുന്ന സമയങ്ങളിലെല്ലാം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസം, ഈ ഒരു അക്ഷയ തൃതീയ ദിവസം നിങ്ങൾ തീർച്ചയായും സായാഹ്നത്തിൽ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇനി രണ്ടാമതായി നമുക്കിവിടെ കാണാൻ സാധിച്ചത് കുംഭം രാശിക്കാരെയാണ്. കുംഭൻ രാശിയിൽപ്പെട്ട അവിട്ടം, ചതയം, പൂരുരുട്ടാതി. കുംഭൻ രാശിക്കാർക്ക് നിങ്ങൾ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകളെല്ലാം നീങ്ങി നല്ല സമയം വരുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ശുക്രൻ സുഖസ്ഥാനത്തിൻ്റെ അധിപനായി സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആശ്വാസകരമായി മാറും. ദുഃഖങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പരാധീനതകൾ എന്നിവയെല്ലാം മാറി ശരീരം കൊണ്ട് വലിയ സുഖാനുഭവങ്ങൾ ലഭിക്കാനും മനസ്സിന് സമാധാനം ലഭിക്കുന്ന കാര്യങ്ങൾ വന്നു ചേരാനും അനുയോജ്യമായ സമയം തന്നെയാണ്. സാമ്പത്തിക ഭദ്രത, അതായത് അപ്രതീക്ഷിതമായ ധനലാഭം, സമ്പത്ത് വന്നു ചേരാനുള്ള യോഗം എന്നിവ നിങ്ങളിൽ കാണുന്നു. കുംഭൻ രാശിക്കാർക്ക് സമ്പാദ്യം എന്നത് കേട്ടുകേൾവി ഇല്ലാത്ത കാര്യമാണെങ്കിൽ പോലും ഈ സമയത്ത് അത് സാധ്യമാകും. തൊഴിൽ ഉയർച്ചയുണ്ടാകും. അതായത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നിങ്ങളുടെ കഴിവിനൊത്ത ജോലി ലഭിക്കും. ജോലി സ്ഥലത്ത് നിലവിലുള്ള എതിർപ്പുകൾ മാറി നിങ്ങളുടെ കഴിവുകൾ എല്ലാവരും തിരിച്ചറിയുന്ന സാഹചര്യമുണ്ടാകും. മാതാപിതാക്കളുടെ ആരോഗ്യം, പിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവർക്ക് വലിയ ആശ്വാസകരമാവുന്ന സമയം തന്നെയാണിത്. അതായത് ഈ സമയം അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറി അവർക്ക് ആയുസ്സും ആരോഗ്യവും ലഭിക്കുമെന്ന് അർത്ഥം. അവരുടെ ഭാഗത്തു നിന്നുള്ള സ്വത്തുവകകൾ നിങ്ങളിലേക്ക് വന്നു ചേരാനും യോഗം കാണുന്നുണ്ട്. കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ശുക്രമാറ്റം എന്നത് വെറുമൊരു ഗ്രഹമാറ്റമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പോലെയാണ്. കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം മാറി മറിയാം.
മകരം കുംഭം രാശിക്കാർ ഈ സുവർണാവസരം കൃത്യമായി ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും, അതായത് ഈ സമയത്ത് നിങ്ങൾക്ക് കൈവരുന്ന എല്ലാ അവസരങ്ങളും വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഉയർച്ചകളുടെ കാലഘട്ടമാണ്. ആ ഒരു ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുക. കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയിൽ ഉറച്ച് വിശ്വസിക്കുക. നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ധ്യാനിക്കുക. സാധ്യമാവുന്ന സമയങ്ങളെല്ലാം ക്ഷേത്ര ദർശനം നടത്തുക, ദാനധർമ്മങ്ങൾ ചെയ്യുക. നമുക്ക് സാധ്യമാവുന്ന സൽക്കർമ്മങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായും മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കും. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും സന്തോഷവും സമ്പത്തും കടന്നു വരട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഈ ഒരു വീഡിയോനെ ചെയ്യുക. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.